പോലെ കണ്ടേക്കണം. കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞ് ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കും. മോനെ വേണോ? ഇതാണ് ഞങ്ങളുടെ പെണ്ണ്. മോന് പിടിച്ചില്ലെങ്കിൽ ഇത് ഇപ്പോഴേ പറഞ്ഞേക്കണം. അവരുടെ കല്യാണ നിശ്ചയമൊക്കെ എന്നേ കഴിഞ്ഞതാ. പിന്നെ ഒരു ചടങ്ങിന്റെ പേര് നമ്മൾ പ്രായമായവരെയൊക്കെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നു. അല്ലാതെന്താ? നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം വേണമെന്ന് ദൈവനിശ്ചയമാണ് സരസ്വതിയമ്മേ. അല്ലാതെ ഇതിനൊന്നും ഒരു കാരണവുമില്ല. അല്ലേ മോനെ? അതിനിപ്പോ ഞാൻ എന്ത് പറയാനാ മുത്തശ്ശി? ഭാസ്കരമേനോനും കൂടി വന്നിരുന്നെങ്കിൽ നമുക്ക് വിവാഹ തീയതി നിശ്ചയിച്ചങ്ങ് പിരിയാമായിരുന്നു. അവൻ എന്താ ഇത്ര താമസിക്കുന്നെന്ന് അറിഞ്ഞില്ലല്ലോ. വേഗം വരാമെന്ന് പറഞ്ഞു പോയതാണ്. ആ വരട്ടെ. സാറിനെ അത്യാവശ്യമായി ഏമാൻ ഓഫീസിലേക്ക് വിളിക്കുന്നു. ശരി, പൊയ്ക്കുള്ളൂ, ഞാൻ വന്നേക്കാം. അമ്മേ, ഞാൻ ഓഫീസിലേക്കൊന്ന് പോയിട്ട് ഇപ്പൊ വന്നേക്കാം. ഇങ്ങനെയുണ്ട് ഒരു ഉദ്യോഗം. പെണ്ണ് കാണാൻ വന്നാലും പോലീസുകാർ പിന്നീന്ന് മാറില്ലെന്ന് വെച്ചാ. ഈ ഫോട്ടോയിൽ കാണുന്ന താടിക്കാരനെ നിങ്ങൾക്കറിയാം? അറിയാം. ഇത് നമ്മുടെ സ്വാമിജിയല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇല്ല. ശരി, ഇതിൽ കാണുന്ന ഈ മാല ഇയാൾ നിങ്ങൾക്ക് തന്നതാണ്? അതെ, അതിപ്പോ വീട്ടിലുണ്ടല്ലോ. എന്നാൽ ഇനി കൂടുതലൊന്നും പറയണമെന്നില്ല. ഇവിടുത്തെ കൊള്ളക്കാരെ പിടികൂടാൻ വേണ്ടിയാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. അങ്ങനെയുള്ള നിങ്ങൾ കൊള്ളക്കാരുടെ തലവന്റെ കയ്യിൽ നിന്നും കൈക്കൂലിയും വാങ്ങിക്കൊണ്ട് അവർക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുക. നിങ്ങളെ സസ്പെൻഷൻ ഓർഡർ ഇപ്പോഴാണ് സ്റ്റേഷനിൽ എത്തിയത്. എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. കൈക്കൂലിയോ? കൊള്ളക്കാരുടെ തലവനോ? മറ്റുള്ളവരെ ഇനിയും വിട്ടുകിളക്കാൻ ശ്രമിക്കരുത്. ഈ സ്വാമിജി എന്ന് പറഞ്ഞവൻ കൊള്ളക്കാരുടെ തലവനാണെന്നുള്ളതിന് ആവശ്യമുള്ള തെളിവുകൾ ഈ ഫോട്ടോ ഉടനെ ഡിപ്പാർട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടി? അതെല്ലാം ഡിപ്പാർട്ട്മെന്റ് രഹസ്യങ്ങളാണ്. നിങ്ങൾ അറിയേണ്ട കാര്യമില്ലേ. സ്വാമിജി എന്ന് പറയുന്ന ആൾ ഒരു കൊള്ളത്തലവനാണെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഈ ഫോട്ടോയിൽ കാണുന്ന മാല എനിക്ക് തന്നതല്ല. എന്റെ അമ്മ ആസ്പത്രിയിൽ വെച്ച് സ്വാമിജി ശുശ്രൂഷിച്ചതിന്റെ പേരിൽ കൊടുത്ത സമ്മാനമാണ്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം അറിയേണ്ടതുണ്ട്. ഇത്ര വലിയൊരു തെറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്റെ മകൾ വത്സല വിവാഹം ചെയ്തു തരാൻ ഞാൻ തയ്യാറില്ല. അതങ്ങയുടെ ഇഷ്ടം. അതേക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ എന്റെ പേരിലുള്ള ഈ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷമല്ലാതെ ഇനി നമ്മൾ സംസാരിക്കില്ല. കതിർ മണ്ഡപമൊരുക്കി